ചില ആളുകൾ അങ്ങനെ ഒരുപാട് വട്ട് കളിപ്പിച്ച് അവസാനിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ഹലോ അനഘ, എവിടെ? എത്ര നേരമായി ഞാൻ വിളിക്കണ്? ഒരു വട്ടം കട്ടാക്കി മനസ്സിലായിക്കോളൂ ഞാൻ തിരക്കിലാണെന്ന്. ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ കുറച്ച് ബിസിയാണ്. സോറി, ഞാനത് അറിഞ്ഞില്ല. എന്തിനാണ് ഒരു ഉളുപ്പില്ലാതെ പെണ്ണിന്റെ പിന്നാലെ എങ്ങനെ പോണത്? നേരത്തും എനിക്ക് അവളെ മറക്കാൻ പറ്റണില്ല അമ്മേ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എടാ അതിനാ ഇഷ്ടം ഓൾക്കും കൂടി തോന്നണ്ടാ. ഇജ്ജ് മാത്രം എഫേർട്ട് ഇട്ടിട്ട് എന്താ കാര്യം? ഈ പറഞ്ഞത് ശരിയാടാ, ഞങ്ങളെ റിലേഷനിൽ ഞാൻ മാത്രമേ എഫേർട്ട് ഇട്ടുള്ളൂ. എന്തിനമ്മേ, അവൾക്ക് ഇനി വിളിക്കാൻ സമയമില്ല, മെസ്സേജ് അയക്കാൻ സമയമില്ല. അവളെ ബാക്കി എല്ലാ കാര്യത്തിനും അവൾക്ക് സമയമുണ്ട്. എടാ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ തീരുമാന പ്രശ്നമില്ലടാ ഉള്ളൂ. പക്ഷെ എനിക്ക് അവളില്ലാതെ പറ്റണില്ലടാ. അമ്മയെ തുടക്കത്തിലൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് തരാൻ സമയമില്ല, പിന്നെ പരിഗണിക്കണില്ല. എന്താണെന്ന് അറിയില്ല അമ്മേ. എന്തറിയാനടാ, ഇത് തേപ്പന്നെ. തുടക്കത്തിലുള്ള ഇഷ്ടമൊന്നും പിന്നെ ആർക്കും അങ്ങോട്ട് ഉണ്ടായിന്ന് വരില്ലടാ, മനുഷ്യന്മാരല്ലേ. എടാ ഇജ്ജോളെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാളെ. വെറുതെ എന്തിനാ ഓളെ പിന്നാലെ നടന്ന് സമയം കളയുന്നു? ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. നമ്മൾ ഒരുപാട് വർഷങ്ങൾ പാഴാക്കും, അവസാനിക്കാൻ സത്യം മനസ്സിലാക്കുന്നു. എന്താ സിയാറിന്റെ പ്രശ്നം? എന്തിനാ പിന്നെ കാണണം പറഞ്ഞേ? അനക്ക, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. എനിക്ക് ഇനി ഇഷ്ടമാണോ അല്ലേ? കുറെ ആയിരം എന്നിട്ട് കളിപ്പിക്കണ്, അല്ലെങ്കിൽ അല്ലാന്ന് പറയും. എടാ ഇത് ചോദിക്കാനാണോ എന്നെ ഇപ്പം കണ്ട് വിളിച്ചത്? അനക്ക് വേറെ പണിയൊന്നുമില്ലേ? അനക്ക, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. കുറെ ആയിരം എന്നിട്ട് പൊട്ടനാക്കണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പഴയ ഫീലിങ്സ് ഒന്നുമില്ല. പിന്നെ ഈ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മടുത്ത്. എന്നാ എനിക്ക് നേരത്തെ പറയായിരുന്നില്ലേ ഇഷ്ടമല്ലാന്ന്? എന്തിനാണ് ഇതിന്റെ സമയം കൊണ്ടേ കളഞ്ഞ്? എന്തിനാണ് ഇതിനെ പൊട്ടനാക്കിയത്? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേം ചാവാൻ പോകുന്ന എന്നോടൊക്കെ ഞാൻ എന്ത് പറയാനടാ? എനിക്ക് ഇഷ്ടമല്ല. എന്റെ ബാക്കിലൊന്നും വരാതിരിക്കോ? ഇഷ്ടമല്ലെങ്കിൽ നേരത്തെ പറയായിരുന്നു അനക. ഈ കാരണം എൻ്റെ ജീവിതത്തിൽ കുറച്ച് വർഷങ്ങളാണ് നഷ്ടമായത് എനിക്ക്. ഇനി എൻ്റെ ബാക്കിൽ ഞാൻ വരൂല. എവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥ കാണിക്കുന്നത്? ഒരു പക്ഷെ അവിടെ ആയിരുന്നു നമ്മൾ ആദ്യം തോറ്റുപോകണം. ആരും ജീവിതം വെച്ചൊന്നും കളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് വായർന്ന് പറയണം. എല്ലാവരുടെ സമയത്തിനും വാല്യൂ ഉണ്ട്.